ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കാർഷിക സർവകലാശാല ഫീസ് വർധനവുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരത്ത് SFIയുടെ പ്രതിഷേധമാണ്. തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ VC B അശോകിനെ SFI പ്രവർത്തകർ തടഞ്ഞു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അമൽ തേനമ്പറമ്പിലുണ്ട് വിശദാംശങ്ങളുമായി. അമൽ, സാധാരണഗതിയിലുള്ള ഒരു പ്രതിഷേധമാണോ, അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന സ്ഥിതിയുണ്ടോ? ചില ദൃശ്യങ്ങളിൽ നിന്ന് അങ്ങനെ തോന്നുന്നുണ്ട്. അനുശ്വര, അതിശക്തമായ പ്രതിഷേധമാണ് SFIയുടെ ഭാഗത്തു നിന്നും B അശോകനെതിരെ ഉയരുന്നത്. ഫീസ് വർധനവ് സംബന്ധിച്ച വിഷയത്തിൽ B അശോകനെതിരെ പലയിടങ്ങളിലും പ്രതിഷേധമുണ്ടാവുകയാണ്. ഇപ്പോൾ നേരത്തെ തൃശ്ശൂരിൽ പ്രതിഷേധം കണ്ടിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്നിറങ്ങിയ B അശോകനെതിരെയാണ് പ്രതിഷേധമുണ്ടായത്. അശോകിന്റെ കാർ തടയാൻ SFI പ്രവർത്തകരുടെ ശ്രമമുണ്ടായി. സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും അടക്കമുള്ളവർ ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുകയാണ്. B അശോകനെതിരെയുള്ള പ്രതിഷേധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം? ശക്തമായി കൊണ്ടുപോകും. ഒരു ഇഞ്ച് പുറകോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറല്ല. ഫീസ് വർധനവ് പിൻവലിച്ചേ മതിയാവും. ശിവപ്രസാദ്, ഇനിയുള്ള പ്രതിഷേധ പരിപാടികൾ എങ്ങനെയാണ്? നിങ്ങൾ നേരത്തെ വീട്ടിലുമായി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ചർച്ചയ്ക്കുള്ള എല്ലാ വഴികളും ഞങ്ങൾ തേടി. എന്റെ വാതിലിൽ കൊട്ടിയടിച്ചത് ഈ മഹാൻ തന്നെയാണ്. അപ്പൊ അധികാരത്തിന്റെ ഗർവാണ്. അധികാരത്തിന്റെ ഗർവിന് തെരുവിൽ എന്താണ് നേരിടേണ്ടി വരുന്നതാണ് ഇന്ന് കണ്ടത്. നിൽക്കേണ്ടി വന്നല്ലോ 10 മിനിറ്റ് കൈകൂപ്പിയോടെ. ഇനി നിൽക്കേണ്ടി വരും. പോലീസുകാർ ഈ പ്രതിഷേധം നടക്കുന്ന സമയത്ത് ചില പോലീസുകാർ നേതാക്കന്മാരെ അടക്കം പിടിച്ചു തള്ളുന്നതാണ് കണ്ടത്. സ്വാഭാവിക പ്രതിഷേധം ഉണ്ടാവും. പോലീസ് ഇടപെടുമല്ലോ, അത് ഇടപെട്ടോട്ടെ. ഞങ്ങളുടെ പ്രതിഷേധം ഈ ഉദ്യോഗസ്ഥനെതിരായിട്ടാണ്. ഒരു ഉദ്യോഗസ്ഥൻ ജനങ്ങളുടെ സേവകനാണ്, അല്ല ഞങ്ങളുടെ രാജാവൊന്നുമല്ല. ഞങ്ങളെ കേൾക്കാൻ അയാൾ തയ്യാറാവണം. എന്താ കേൾക്കാൻ തയ്യാറാവട്ടെ? നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തെല്ലാമാണ്? ഫീസ് കുറയ്ക്കണം. അകാരണമായി വർദ്ധിപ്പിച്ചിരിക്കുന്ന ഫീസ് 10,000 രൂപ ഉണ്ടായിരുന്ന ഫീസ് നേരെ 50,000, 15,000 ഉണ്ടായിരുന്ന നേരെ 60,000. ഇത് കേരളമല്ലേ? അയാൾ ജീവിക്കുന്ന കേരളത്തിലല്ലേ? സാധാരണപ്പെട്ട വിദ്യാർത്ഥികൾ ഓപ്ഷൻ പോലും കൊടുക്കാതെ ആശങ്കപ്പെട്ട് നിൽക്കുകയാണ്. അവർക്ക് വേണ്ടിയുള്ള സമരമാണ്. ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാവുന്നില്ല. ഇന്ന് നമ്മൾ ആവശ്യപ്പെട്ട അടിസ്ഥാനത്തിൽ യോഗം വിളിച്ചിട്ട് അയാൾ പ്രഖ്യാപിക്കുകയാണ്. രാജാവിനെ പോലുള്ള പ്രഖ്യാപനങ്ങളാണ്. ചർച്ച എന്ന് പറഞ്ഞാൽ അതൊരു അമിക്ക സൊല്യൂഷനിലേക്ക് എത്താനുള്ളത്. അതിന് തയ്യാറാവുക എന്നുള്ളതാണ്. ഈ പ്രതിഷേധം ഇപ്പോൾ എവിടേക്കാണ്? എന്താണ് പ്രതിഷേധം ഇപ്പൊ അവസാനിക്കും. ഇപ്പൊ അയാളെ തടയുക എന്നുള്ളതായിരുന്നു പ്രതിഷേധം. ഞങ്ങൾ തടഞ്ഞു. അയാൾ സംസാരിക്കാൻ തയ്യാറാവാതെ അയാൾ ഒളിച്ചോടിയാണ് ചെയ്തത്. ഓഫീസ് മുറിയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വിചാരം അദ്ദേഹം പ്രധാനപ്പെട്ട രാജാവാണെന്ന്. തെരുവിലിറങ്ങുമ്പോൾ ജനങ്ങളുടെ പ്രതിഷേധം ചൂടറിയുമ്പോൾ ആ രാജസ്ഥാനം ഒന്നും അല്ലാന്ന് മനസ്സിലാവുകയാണ്. എന്തായാലും B അശോകിനെതിരെയുള്ള പ്രതിഷേധം തെരുവിലേക്ക് വ്യാപിപ്പിക്കുകയാണ് SFI. ഇന്നിപ്പോൾ B അശോകിന്റെ വീട്ടിലേക്ക് പ്രതിഷേധമുണ്ടായിരുന്നു. പക്ഷേ അശോക് വീട്ടിലുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് കൊച്ചിയിൽ നിന്നും അശോക് ഇപ്പോൾ ഇവിടെ വന്നിറങ്ങിയത്, തിരുവനന്തപുരത്ത് വന്നിറങ്ങിയത്. അശോകിന്റെ വാഹനം ഏകദേശം ഒരു 5 മിനിറ്റോളം സമയം അവിടെ നിർത്തിയിടേണ്ട അവസ്ഥ വന്നു. പോലീസുകാർ ഇടപെട്ടാണ് പിന്നീട് വാഹനം അവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. ഈ പ്രവർത്തകരെ മാറ്റിയ ശേഷമാണ് അവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. പ്രവർത്തകരെ പോലീസുകാരും ഈ വീട്ടിലെ പ്രതിഷേധത്തിൽ തന്നെ പ്രവർത്തകരുടെ പങ്കാളിത്തം കൂടുതലായിരുന്നു. അതിനാൽ ഈ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് മുന്നിൽ വലിയ പോലീസ് സന്നാഹം ഒരുക്കിയിരുന്നു. ആ പോലീസുകാരുടെ ഇടയിലൂടെ എന്തായാലും B അശോകിന് ഇപ്പോൾ വീട്ടിലേക്ക് മടങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് വ്യക്തമാക്കുകയാണ് SFIയുടെ സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും. കാർഷിക സർവകലാശാല ഫീസ് വർധനവാണ്. ഒറ്റയടിക്ക് 3 ഇരട്ടിയോളം ഫീസ് വർധനവാണ് ഉണ്ടാക്കിയത്. 3-ാം തീയതി അതിന്റെ ഉത്തരവിറങ്ങി. അതിനെ തുടർന്നാണ് തിരുവനന്തപുരത്ത് SFIയുടെ പ്രതിഷേധം അരങ്ങേറിയത്. VC B അശോകിനെ SFI പ്രവർത്തകർ തടഞ്ഞു. ഇതൊരു പ്രാഥമിക ഘട്ടമായിട്ടുള്ള ആദ്യ തുടക്കം മാത്രമാണെന്നാണ് SFI നേതാക്കൾ പ്രതികരിക്കുന്നത്. അമൽ തേനമ്പറമ്പിലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.